ഇത് ശരിക്ക് ഒരു ഡിസൈനറുടെ അല്ലെങ്കിൽ വർക്ക് എടുത്ത ആളുടെ ഒരു ഭാഗ്യമാണ്. അതായത് എല്ലാവരും ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ലത് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാഹചര്യം, അതായത് നല്ല ഫീഡ്ബാക്ക് പറയാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയെന്ന് അറിയില്ലേ. ഏതായാലും ഷാഹിൻ്റെ ഭാഗ്യമായിട്ട് കാണാം. ഭാഗ്യത്തല്ല, അവൻ്റെ വർക്കിൻ്റെ എഫേർട്ടും കൂടി പറയാം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാണ്ട് നമുക്ക് അറിയാണ്ട് എന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മൾ വീട് എടുക്കുന്നില്ലേ ചോദിച്ചാൽ ഇത് 2016 പിന്നെ കുറച്ച് ഹോൾഡ് ചെയ്തോ? അല്ല, നമ്മൾ സൗദിയിലാണ്. അപ്പൊ പിന്നെ ഇവിടെ ആരും ഇല്ല താമസിക്കാൻ. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ പെൻഡിങ് ആയി. ആരാണ് ആർക്കിടെക്ട്സ്? ആരായിരുന്നു? ഡിസിഗ്നേച്ചർ ആണ് അഭി പ്രേംനാഥ് പറയും. ഇതിന്റെ ഇന്റീരിയർ ഡ്രോയിങ്സ് ഒക്കെ ഇത് ക്ലാസ് ഹോംസ് തളിപ്പറമ്പുള്ളതാ, നമ്മുടെ ഇതിന്റെ അടുത്ത് തന്നെ. ഫർണിച്ചറിലേക്കാണ് ഷായി വരുന്നത് അല്ലേ? ഷായിനെ എങ്ങനെ പരിചയപ്പെട്ടത്? സജീറിന്റെ വീഡിയോ തന്നെയാണ് ഞാൻ ഷായിനെ പറ്റി അറിയുന്നത്. സജീർ തന്നെയാ പറയുന്നത്, നല്ല വില കുറച്ച് നല്ല ഭംഗിയിൽ ചെയ്തു തരുന്ന. അങ്ങനെയാണ് നമ്മൾ ഷായിനെ വിളിക്കുന്നത്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഷായിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഷായിന്റെ വർക്ക് ഞാൻ കണ്ടായിരുന്നു സജീറിന്റെ വീഡിയോ തന്നെ. എനിക്കത് ഇഷ്ടമായത് കൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. പിന്നെ നമുക്കിപ്പം വേണമെങ്കിൽ ഫർണിച്ചർ വാങ്ങിക്കാം അല്ലേ. വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ ഏരിയക്ക് സൂട്ടാവണമെന്നില്ല, അല്ല മെഷർമെന്റ് ഇതൊന്നും. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഡിസൈൻ അത്ര നമ്മൾ ആർക്കിടെക്റ്റിനെ വരച്ചത് നമുക്ക് ഇഷ്ടമാവണമെന്നില്ല. നമുക്കിപ്പോൾ കുറേ സോഷ്യൽ മീഡിയാസ് ഉള്ളതുകൊണ്ട് കുറേ നമുക്ക് എന്താ പറയുക പിക്ചേഴ്സ് ഇതെല്ലാം അവൈലബിൾ ആണല്ലോ. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നല്ല ഇതേപോലെ പിക്ചേഴ്സ് എടുത്തു കൊടുക്കുമ്പോഴും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഇത്ര പെർഫെക്ഷനിൽ ചെയ്യുമെന്ന്. കാരണം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഇത്ര പെർഫെക്ഷനിൽ വരുമെന്ന് സത്യത്തിൽ വിചാരിച്ചില്ല. പക്ഷേ അത് ഷായി നന്നായിട്ട് ചെയ്ത് അത് കൊണ്ടുവന്നപ്പോൾ, കാരണം ഹസ്ബൻഡ് ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ് പൊതുവെ. നമ്മൾ അപ്പോൾ പിന്നെ ഷായിന്റെ ഫർണിച്ചർ വന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അതെ, ഡൈനിങ് ടേബിൾ തന്നെ നമുക്കത് സെലക്ട് ചെയ്യാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു, അത് അതേപോലെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഷായി പറഞ്ഞ്, ഷായിയാണ് നമ്മളത് നിർബന്ധിച്ചത്, അതെന്നെ ചെയ്യണം, അത് എന്തായാലും നമുക്ക് പറ്റുമെന്ന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി. വന്നവരെല്ലാരും പറഞ്ഞു അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു. അതെ അതെ അതെ. പിന്നെ അത് മാത്രല്ല, ഷായിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളതെന്ന് അറിയാം. ഈ ഫർണിച്ചറെല്ലാം സെറ്റ് ചെയ്തില്ലേ, അവന്റെ ഡ്യൂട്ടി ശരിക്കും അത് കഴിഞ്ഞ അവിടെ. പക്ഷെ അത് അങ്ങനെയല്ലായിരുന്നു. അവൻ നമുക്ക് ഒരു ലൈറ്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും അവൻ കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത് ഇപ്പൊ ഒരു ഫാമിലി ലിവിങ് അവന്റെ സോഫ കൊണ്ടിട്ട് അത് നിർത്തിയില്ല. ഇത് എത്ര നല്ല രീതിയിൽ അത് ഭംഗിയാക്കി തരാതായിരുന്നു. അതെ അതെ, തീർച്ചയായും. ഒരു ലൈറ്റ് എടുക്കുന്നുണ്ട് അവന് ചോദിക്കുക, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ചെയ്തത്. വീട്ടിലെ ഒരുപാട് ഏരിയാസ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ് വീട്ടില്? എനിക്ക് ഇത് തന്നെയാണ്. എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് ഇത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇച്ചിരി ഓവറായി പോകുന്നു. അപ്പൊ ഷായി തന്നെ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഇതേപോലെ വേറെ ഡിഫറെന്റ് കളറാണല്ലോ ഇതിനെല്ലാം കൊടുത്തത് അല്ലെ ഷായിന്? ഒരു മിനിമൽ ഡിസൈൻ ആയിരുന്നു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെസ്റ്റർഫീൽഡ് ഡിസൈനോട് താല്പര്യം പറഞ്ഞപ്പോൾ ബാക്ക് റെസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു, ചെസ്റ്റർഫീൽഡിലൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഒരു ഡിഫറെൻറ്റ് ഫീൽ വന്നത്. മാച്ചിങ് ആയിട്ട് രണ്ടൊരു പഫി സ്റ്റോളും കൂടി കൊടുത്തപ്പോൾ ഈ ഏരിയ ഭയങ്കര പോഷായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ? ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണ് വീട്ടില്? റൂം. എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? പിങ്ക് കളർ ഏറ്റവും ഇഷ്ടം. ഓക്കെ, എന്താണ് അഭിപ്രായം വീടിനെ കുറിച്ചിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ സ്റ്റെപ്പിന് അടിയിലുള്ള ഭാഗം. അവിടെ എന്നാൽ ഈ ഫർണിച്ചർ എല്ലാം വരുമ്പോൾ നല്ല വൈബ് അവിടെ ഇരുന്നിട്ട് പിയാനോ പ്ലേ ചെയ്യാനെല്ലാം. ഓക്കെ, എല്ലാവർക്കും ഫേവറേറ്റ് പ്ലേസ് ഷായി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഷായി ക്ലൈൻറ്റ് നമ്മളെ കുറിച്ചിട്ട് ഒരുപാട് ഫീഡ്ബാക്ക് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ ഫീൽഡ്, ഞാനും നീയൊക്കെ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ശരിക്കും നമുക്ക് നല്ലൊരു ക്ലൈൻറ്റിനെ കിട്ടിയാൽ നമുക്ക് നല്ല ഔട്ട് കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ എന്താണ് ക്ലൈൻറ്റിനെ കുറിച്ചുള്ള ഷായിൻ്റെ ഫീഡ്ബാക്ക്? തീർച്ചയായിട്ടും നമുക്ക് ഏത് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാലും നമ്മളത് പറയുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഒരു ഔട്ട്പുട്ട് ഇതിന് കൊടുക്കാൻ പറ്റുന്നത്. ഇത്രയും മിനിമൽ ഒരു ഇൻറ്റീരിയർ ചെയ്ത വീട്ടിൽ ഈ ഒരു ഫർണിച്ചർ വന്നപ്പോൾ ഒരു പോഷ് ഒരു ലുക്ക് ഇതിന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ക്ലയൻറ്റ് മാക്സിമം നമ്മോട് സഹകരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അതിന് ക്ലയൻറ്റിനോട് പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് വേണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവരെ ഒരു ഗസ്റ്റ് വന്നിരുന്നു, ആ ഗസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഏതായാലും അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ വീട് കയറ്റുന്ന ആളുകളാണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്ന അത്രയും പെർഫെക്റ്റ് ആയ ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയാലും നിങ്ങൾ ഓവർ ചെക്കിങ് ചെയ്യുക അവരുടെ വർക്കൊക്കെ. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവർക്ക് വർക്ക് കൊടുക്കുക. അവർക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ വിശ്വസിക്കുക, അവർ ഹാപ്പി, അവരെന്തായാലും നല്ല റിസൾട്ട് തരുന്ന ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഫീഡ്ബാക്ക് വരാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ.